ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ മൊഡ്യൂൾ 2 അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു അല്ലേ. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ്. അതായത് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു മേഖലയാണ് ഫങ്ഷൻസ് ഹാവ് നോ ലിമിറ്റ് ആസ് എക്സ് വൈ ടെൻസ് ടു 0, 0. അതായത് ലിമിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. ഒരു ഫങ്ഷൻ നമുക്ക് തരും, എന്നിട്ട് വെൻ എക്സ് വൈ ടെൻസ് ടു 0, 0 പ്രൂവ് ദാറ്റ് ദർ ഇസ് നോ ലിമിറ്റ് എന്നുള്ളത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്ത് പോകേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ബൈ ഡിസ്ക്രൈബിംഗ് ഡിഫറെൻറ്റ് പാർട്സ് ഷോ ദാറ്റ് ദ ഫങ്ഷൻ ഹാവ് നോ ലിമിറ്റ് ആസ് എക്സ് വൈ ടെൻസ് ടു 0, 0. എന്ന് വെച്ചാൽ എന്താണ്? നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഒരു എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ഇതിൻ്റെ ഡൊമൈൻ ആയിട്ടുള്ള എക്സ് വൈ ടെൻസ് ടു 0, 0 അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എന്തില്ല, ലിമിറ്റ് കാണില്ല എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ്റെ ലിമിറ്റ് വെൻ എക്സ് വൈ ടെൻസ് ടു 0, 0 നമ്മൾ ചെയ്യുമ്പോൾ ലിമിറ്റ് എന്തായിരിക്കണം? ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കണം, ഒന്നിൽ കൂടുതൽ വാല്യൂ വരാൻ പാടില്ല. വെൻ എക്സ് വൈ ടെൻസ് ടു 0, 0. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് പാത്ത്, ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്ത്? ബൈ ഡിസ്ക്രൈബിങ് ഡിഫറെൻറ്റ് പാത്ത്. അപ്പോൾ ഡിഫറെൻറ്റ് പാത്ത് അപ്രോച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് പാത്ത് അപ്രോച്ച് എന്ന് പറയുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് മിസ് ഒരു എക്സാമ്പിൾ എടുക്കുവാണ്. നമുക്ക് എന്താ ഉള്ളത്? എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എന്തായാലും ക്വസ്റ്റ്യനിൽ തരും. എന്നിട്ട് എന്ത് പറയും? വെൻ എഫ് ഓഫ് എക്സ് വൈ ലിമിറ്റ് എഫ് ഓഫ് എക്സ് വൈ എന്താണ്? ടെൻസ് ടു 0, 0. അതായത് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 0 അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കുള്ള ലിമിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ അത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പാത്ത് അപ്രോച്ച് സ്വീകരിക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് പാത്ത് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷന് നമുക്ക് 0, 0 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒറിജിൻ ആണ് അല്ലേ, ഒറിജിൻ അല്ലേ 0, 0 എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റിലൂടെ ഡിഫറെൻറ്റ് പാത്തിലൂടെ നമുക്ക് ഈ ഫംഗ്ഷനെ കൊണ്ടുവരാനായിട്ട് പറ്റും. അതായത് സേ ഫോർ എക്സാമ്പിൾ നമുക്ക് എഫ് ഓഫ് എക്സ് വൈനെ ഇതെന്താണ്? ഇതൊരു കർവ്, ഒരു പരാബോളയാണ്. പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. y = k × x² ആണ് പരാബോളയുടെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, y = k x² എന്ന് പറയുന്ന പരാബോള നോക്കുമ്പോൾ ഈ ഒരു പരാബോള 0, 0 എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. ആണല്ലോ? ആണ്. അപ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് എക്സ് വൈനെ ഈ ഒരു y = k x² എന്ന് പറയുന്ന ഈ ഒരു കർവിലൂടെ ഈ ഒരു കർവിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0, 0 എഫ് ഓഫ് എക്സ് വൈനെ കൊണ്ടുവന്ന് അപ്രോച്ച് ചെയ്യിക്കാനായിട്ട് പറ്റും. അതുപോലെ വേറൊരു കർവ് എടുക്കുവാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കുവാണ്, y = mx എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കുകയാണ്. ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതും 0, 0 എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കടന്നു പോകുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മുടെ എക്സ് ആക്സിസ്, ഈ എക്സ് ആക്സിസ് എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ വൈ ആക്സിസ്, ഇതെല്ലാം എന്താണ്? 0, 0 എന്ന് പറയുന്ന ഈ ഒരു സിംഗിൾ ആ ഒരു പോയിന്റിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു y = k x² എന്ന് പറയുന്ന കർവ് എടുത്താലും y = mx എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ എടുത്താലും എക്സ് ആക്സിസ് എടുത്താലും വൈ ആക്സിസ് എടുത്താലും ഏതൊരു കർവ് തന്നെ എടുത്താലും നമ്മൾ എഫ് ഓഫ് എക്സ് വൈനെ 0, 0 ഈ ഒരു കർവ് ഏതൊരു കർവുകളിലൂടെയും നമുക്ക് 0, 0 എന്ത് ചെയ്യാം? അപ്രോച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഏതിനെ? എഫ് ഓഫ് എക്സ് വൈ നമുക്ക് 0, 0 അപ്രോച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ത്രൂ ഡിഫറെൻറ്റ് കർവ്. അപ്പം ഏതൊരു കർവിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ഓഫ് എക്സ് വൈനെ 0, 0 അപ്രോച്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. എന്നിട്ട് ലിമിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കർവ് y = k x² എന്ന് പറയുന്ന കർവിലൂടെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താലും y = mx എന്ന് പറയുന്ന കർവിലൂടെ എഫ് ഓഫ് എക്സ് വൈൻ്റെ ലിമിറ്റ് വെൻ എക്സ് വൈ ടെൻസ് ടു 0, 0 കാൽക്കുലേറ്റ് ചെയ്താലും ത്രൂ എക്സ് ആക്സിസിലൂടെ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 എഫ് ഓഫ് എക്സ് വൈ കാൽക്കുലേറ്റ് ചെയ്താലും വൈ ആക്സിസിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടണം? ഒരേ വാല്യൂ തന്നെ കിട്ടണം. ഒരേ വാല്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ലിമിറ്റ്
എക്സ് വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതല്ല, ഈ ഒരു കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കർവിലൂടെ നമ്മൾ ഈ എഫ് ഓഫ് എക്സ് വൈനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രോ ചെയ്ത് 0 0 കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന കർവിലൂടെ 0 0 എഫ് ഓഫ് എക്സ് വൈനെ അപ്രോച്ച് ചെയ്ത് കൊണ്ടുവരുവാണ്. അപ്പോൾ പക്ഷെ നമുക്ക് രണ്ട് വാല്യൂസ് ആണ് കിട്ടിയെന്നിരിക്കട്ടെ. കെ എക്സ് സ്ക്വയറിലൂടെ എഫ് ഓഫ് എക്സ് വൈ നമ്മൾ എടുത്തപ്പോഴത്തേക്കും 0 0 അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയ വാല്യൂ അല്ല y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന ഒരു കർവ് എടുത്തിട്ട് നമ്മൾ 0 0 അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും കിട്ടിയതെന്നുണ്ടെങ്കിൽ അവിടെ എന്തല്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏതൊക്കെ പാത്തിലൂടെ നമ്മൾ ഫംഗ്ഷനെ എന്താണ് 0 0 എന്ന് പറയുന്ന ഒരു പോയിന്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഫ് ഓഫ് എക്സ് വൈൻ്റെ ലിമിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാ പാത്തിലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ലിമിറ്റ് വാല്യൂ, അതായത് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന വാല്യൂ എല്ലാ പാത്തിലൂടെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ സെയിം ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സെയിം അല്ല എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളിവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബൈ ഡിസ്ക്രൈബിങ് ഡിഫറെൻറ്റ് പാത്ത്സ് ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഹാവ് നോ ലിമിറ്റ് ആസ് എക്സ് വൈ ടെൻസ് ടു 0 0 എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പാത്ത് നമുക്ക് ചൂസ് ചെയ്യാം, സച്ച് ദാറ്റ് ആ പാത്ത് എപ്പോഴും എന്താണ്, അതിൻ്റെ കണ്ടീഷൻ എന്താ, ആ പാത്ത് 0 0 എന്ന് പറയുന്നൊരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു പാത്തായിരിക്കണം, അല്ലാതെ വേറെ ഏതെങ്കിലും പാത്തിലൂടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, 0 0 കടന്നു പോകുന്ന ഏതൊരു പാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം, പാത്തും നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഏത് പാത്ത് ചൂസ് ചെയ്തിരുന്നാലും ലിമിറ്റ് വാല്യൂ ഷുഡ് ബി സെയിം ആയിരിക്കണം. സെയിം അല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തിയറി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണല്ലോ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ദ ഫംഗ്ഷൻ ഹാവ് നോ ലിമിറ്റ് ആസ് എക്സ് വൈ ടെൻസ് ടു 0 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഡിഫറെൻറ്റ് പാത്ത് നമുക്ക് ചൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം മിസ് എടുക്കുകയാണ്, നമുക്ക് ഇഷ്ടമുള്ളൊരു പാത്ത് നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ y ഈക്വൽ ടു എം എക്സ്, നമുക്ക് വേണമെങ്കിൽ y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന പാത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, y ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പാത്ത് ചൂസ് ചെയ്യാം, x ഈക്വൽ ടു 0 എടുക്കാം, അതുപോലെ തന്നെ y ഈക്വൽ ടു 0 എടുക്കാം, y ഈക്വൽ ടു എക്സ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റുന്ന പാത്തുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഡിപ്പെൻഡ്സ് അപ്പോൺ ടു ക്വസ്റ്റ്യൻ. ഏത് പാത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്താൽ മതി. ലിമിറ്റ് നമുക്ക് ഏത് പാത്താണോ ചൂസ് ചെയ്യുന്നത് ആ പാത്തിനനുസരിച്ച് നമുക്കൊരു ലിമിറ്റിൻ്റെ വാല്യൂ കിട്ടും. ആ വാല്യൂസ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് എഴുതി വെച്ചാൽ മതിയാകും. ഓക്കെ, സോ നമുക്ക് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0, നമുക്കതല്ലേ വേണ്ടത്, 0 0 എലോങ് ഞാൻ ആദ്യം y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന പാത്ത് എടുക്കുകയാണ്, y ഈക്വൽ ടു എം എക്സ്. ഓക്കെ, എം എക്സ് എഫ് ഓഫ് എക്സ് വൈ. ഓക്കെ, സോ y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ എഫ് ഓഫ് എക്സ് വൈ ഇല്ലേ, ഇതിൽ വൈക്ക് എന്തിട്ട് കൊടുക്കുക, എം എക്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൈനസ് എക്സ്, അന്നേരം നമുക്ക് എന്ത് കിട്ടും, ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0 എക്സ് മൈനസ് എക്സ് അല്ലേ, മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈക്ക് എന്ത് കൊടുക്കുക, എം എക്സ് കൊടുക്കുക. വൈ സ്ക്വയർ ആകുമ്പോൾ എം സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ എന്നാകും ആണല്ലോ. ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ അത് രണ്ടും റൂട്ടിനകത്താണ് കിടക്കുന്നത്, ഞാൻ റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് ആണ്, എക്സ് ഇൻറ്റു ഇവിടെ എന്ത് കിട്ടും, 1 ആകും പ്ലസ് എം സ്ക്വയർ ആണല്ലോ. ഈ എക്സും എക്സ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്തൂടെ, ചെയ്യാം അല്ലേ. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്, സോ വി ഗെറ്റ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്, -1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എം സ്ക്വയർ
ആണല്ലോ. ഇനി എം എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പാണ്. നമ്മൾ പഠിച്ചതാണ് y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ്റെ സ്ലോപ്പാണ് എന്ത് എം എന്ന് പറയുന്നത്. സോ എം ഹാസ് ഡിഫറെൻറ്റ് വാല്യൂസ്. എമ്മിന് ഏത് വാല്യൂസ് വേണമെങ്കിലും എടുക്കാം അല്ലേ? സോ ദർ വിൽ ബി ഡിഫറെൻറ്റ് ലിമിറ്റ്. സോ ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അല്ലേ? സോ സിൻസ് m has different values, so there will be different limits അല്ലേ? different limits the xy tends to 0 0. so എന്താണ്? so the given limit exist ചെയ്യുന്നുണ്ടോ? does not exist. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് എം. നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയി കിട്ടുന്നത് അല്ലേ? ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈൻ്റെ വാല്യൂ ഡിഫറൻ്റ് അല്ലേ കിട്ടത്തുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ എമ്മിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? -1/√2. എമ്മിന് 2 കൊടുക്കുമ്പോഴോ? 2 കൊടുക്കുമ്പോൾ 1 + 2² 4. -1/1 എന്ത് കിട്ടും? √5 എന്നായിരിക്കും കിട്ടുക. അതായത് എമ്മിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് ലിമിറ്റ്സിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കിട്ടുന്ന. ഒരു യുണീക്ക് വാല്യൂ അല്ല, അല്ലെങ്കിൽ ഒരു സിംഗിൾ വാല്യൂ അല്ല കിട്ടുന്നത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. സോ y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന ഒരു പാത്താണ് മിസ് ഇപ്പോൾ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത വേറൊരു പാത്ത് വേണമെങ്കിൽ ചൂസ് ചെയ്തിട്ട് ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. സോ ലെറ്റ് y ഈക്വൽ ടു എക്സ് നമുക്ക് ചൂസ് ചെയ്യാം. സോ y ഈക്വൽ ടു എക്സ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദെൻ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എലോങ്, ഇങ്ങനെ തന്നെ എഴുതണേ, എലോങ് y ഈക്വൽ ടു എക്സ്. അപ്പോൾ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു പാത്തിലൂടെ ഞാൻ എഫ് ഓഫ് എക്സ് വൈൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണല്ലോ. y ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും വൈക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് പറഞ്ഞ് വാല്യൂ കൊടുക്കാം ആണല്ലോ. അപ്പോൾ അന്നേരം നമുക്ക് എന്ത് കിട്ടാം? -x ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം എക്സ് സ്ക്വയർ ആവും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2x² ആണ്. അത് 2x²ൽ എക്സ് സ്ക്വയർ റൂട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ എക്സ് ആകും. ഇവിടെ ഒരു √2 മേളിലൊരു -x. ബാക്കി നമുക്ക് എന്താ കിട്ടുക? -1/√2 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വാല്യൂ കിട്ടുന്നത്. മനസ്സിലായോ? അതായത് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 അലോങ് y ഈക്വൽ ടു എക്സ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? -1/√2 ആണ് കിട്ടിയത്. ഫസ്റ്റ് കേസിൽ നമുക്ക് കിട്ടിയത് -1/√1 + m². എമ്മിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടായിരിക്കും. സോ ഡിഫറെൻറ്റ് പാത്തിലൂടെ നമ്മൾ എഫ് ഓഫ് എക്സ് വൈൻ്റെ ലിമിറ്റ് വെൻ എക്സ് വൈ ടെൻസ് ടു 0 0 കണ്ടെത്തിയപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കിട്ടിയത് അല്ലേ? അതുകൊണ്ട് സോ ദ ഗിവൺ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. നമുക്ക് എന്തെഴുതാം? സോ ദ given limit does not exist ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? എഴുതി വെക്കാം. ഓക്കെ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2 പാത്തെങ്കിലും ചൂസ് ചെയ്യുക കേട്ടോ. 2 പാത്തെങ്കിലും ചൂസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു x⁴ ഡിവൈഡഡ് ബൈ x⁴ പ്ലസ് y². സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 ലിമിറ്റ് എഫ് ഓഫ് എക്സ് വൈൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കിക്കേ. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ മിസ് ആദ്യം എടുക്കുന്ന പാത്ത് എലോങ് y ഈക്വൽ ടു 0. ഞാൻ പറഞ്ഞില്ല y ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴത്തേക്കും വൈൻ്റെ വാല്യൂ 0 ആകുന്നത് എപ്പോഴാണ്? എക്സ് ആക്സിസ് ആകുമ്പോൾ അല്ലേ? എക്സ് ആക്സിസിലല്ലേ വൈൻ്റെ വാല്യൂ 0. അപ്പോൾ ഞാൻ എക്സ് ആക്സിസ് ചൂസ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം കേട്ടോ. 0 0 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് വരുന്ന ഏതൊരു കർവ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മിസ് y ഈക്വൽ ടു 0 ചൂസ് ചെയ്തതുകൊണ്ട് നിങ്ങൾ അത് തന്നെ ചൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ. സോ y ഈക്വൽ ടു 0 0. ഓക്കെ. y ഈക്വൽ ടു 0. ദെൻ എഫ് ഓഫ് എക്സ് വൈൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് എക്സ് വൈ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ്
എക്സ് വൈ ടെൻസ് ടു 0 0. വൈക്ക് 0 എടുത്ത് നിങ്ങളിവിടെ വൈക്ക് 0 എടുക്കുമ്പോൾ എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 പ്ലസ് 0 സ്ക്വയർ അല്ലേ, പ്ലസ് വൈക്ക് 0 എടുക്കുമ്പോൾ 0 സ്ക്വയർ. അപ്പം നമുക്ക് എന്ത് കിട്ടും, എക്സ് റൈസ് ടു 4 ബൈ എക്സ് റൈസ് ടു 4. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 1 എന്ന് പറഞ്ഞിട്ട് കിട്ടി അല്ലേ. ഇനി അടുത്ത വേറൊരു പാത്തൂടെ കൺസിഡർ ചെയ്യാം. ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0 എഫ് ഓഫ് എക്സ് വൈ എലോങ്, ഇവിടെ ഇപ്പോൾ എക്സ് റൈസ് ടു 4 അല്ലേ കിടക്കുന്നത്, ഇവിടെ ഒരു വൈ സ്ക്വയർ ആണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വൈ സ്ക്വയറിൻ്റെ വൈക്ക് നമുക്ക് എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു എക്സ് റൈസ് ടു 4 കൊണ്ടുവരാൻ പറ്റും. വൈ സ്ക്വയറിന് എക്സ് സ്ക്വയർ, അതായത് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ നമുക്ക് ഈ വൈ സ്ക്വയറിന് പകരം എക്സ് റൈസ് ടു 4 നമുക്ക് അവിടെ കൊണ്ടുവന്ന് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, എലോങ് അതുകൊണ്ട് മിസ് വൈക്ക് എന്ത് കൊടുക്കുകയാണ്, എക്സ് സ്ക്വയർ. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പരാബോളയാണ് ആക്ച്വലി. വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0 0. ദെൻ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 പ്ലസ് വൈക്ക് എന്താ കൊടുക്കുന്നത്, എക്സ് സ്ക്വയർ. അപ്പോൾ വൈ സ്ക്വയർ ആകുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പോൾ എന്ത് കിട്ടും, എക്സ് റൈസ് ടു 4 അല്ലേ, ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0 0 എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 പ്ലസ് എക്സ് റൈസ് ടു 4. അപ്പോൾ എന്ത് കിട്ടും, 2x റൈസ് ടു 4 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 ബൈ 2x റൈസ് ടു 4. എക്സ് റൈസ് ടു 4 എക്സ് റൈസ് ടു 4 ക്യാൻസൽ. ബാക്കി നമുക്ക് എന്താ കിട്ടുക, 1/2 ആണ് കിട്ടുന്നത്. നമ്മൾ ഫസ്റ്റ് കേസ് ചെയ്തപ്പോഴത്തേക്കും എലോങ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കർവിലൂടെ എഫ് ഓഫ് എക്സ് വൈ നമ്മൾ 0 0 അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും ലിമിറ്റ് വാല്യൂ നമുക്ക് 1 ആണ് കിട്ടിയത്. സെക്കൻഡ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കർവിലൂടെ എഫ് ഓഫ് എക്സ് വൈനെ 0 0 അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടിയത്, 1/2 ആണ് കിട്ടിയത്. രണ്ടും സെയിം വാല്യൂ ആണോ, അല്ല, ഡിഫറെൻറ്റ് വാല്യൂസ് ആയതുകൊണ്ട് തന്നെ സോ ദ ഗിവൺ ലിമിറ്റ് ഡസൻ എക്സിസ്റ്റ് അറ്റ് 0 0. സോ ദ given limit does not exist at 0 0. Okay, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് റൈസ് ടു 4 മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, സോ ഇത് നമുക്ക് ചെയ്യാം. We have to find out the limit x comma y tends to 0 0 0 x raised to 4 minus y square, not y raised to 4, y square whole divided by x raised to 4 plus y square along. ഇവിടെ ഒരെണ്ണം എക്സ് റൈസ് ടു 4ഉം ഒരെണ്ണം വൈ സ്ക്വയറും ആണെങ്കിൽ നമുക്ക് വൈൻ്റെ ടേം എക്സ് റൈസ് ടു 4 ആക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എന്താണ്, പുട്ട് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ മിസ് ഇവിടെ വൈ ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എടുക്കുവാണ്. അപ്പം ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് വരും. കാരണം റിസൾട്ട് നമുക്ക് കെയിലാണ് കിട്ടുന്നത്. അപ്പോൾ വൈ ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എന്ന് എടുക്കുവാണ്. സോ എലോങ് വൈ ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ. അപ്പോൾ അന്നേരം എന്താ കിട്ടുക, ജിസ് ഈക്വൽ ടു ലിമിറ്റ് x comma y tends to 0 0 x raised to 4 അതുപോലെ എഴുതി. y സ്ക്വയറിന് എന്ത് കൊടുക്കാം, k x സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലേ, കാരണം y ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ ആണെങ്കിൽ y സ്ക്വയർ ആകുമ്പോൾ കെ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് കെ എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് കോമ വൈ tends to 0 0. മേളത്തെ സിംപ്ലിഫൈ ചെയ്യാം. എക്സ് റൈസ് ടു 4 മൈനസ് കെ സ്ക്വയർ എക്സ് റൈസ് ടു 4 ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു 4 പ്ലസ് കെ സ്ക്വയർ എക്സ് റൈസ് ടു 4 അല്ലേ. എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മീൻസ് എക്സ് റൈസ് ടു 4. അപ്പോൾ ന്യൂമറേറ്ററിലും എക്സ് റൈസ് ടു 4 ഉണ്ട്, ഡിനോമിനേറ്ററിലും എക്സ് റൈസ് ടു 4 ഉണ്ട്. നമുക്ക് എക്സ് റൈസ് ടു 4 കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, എന്ത് കിട്ടും, ഇവിടെ എക്സ് റൈസ് ടു 4 ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. താഴെ എന്ത് എഴുതാം, എക്സ് റൈസ് ടു 4 ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ എന്ന് എഴുതാം ആണല്ലോ. എക്സ് റൈസ് ടു 4 ക്യാൻസൽ. ബാക്കി നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂ എന്താ കിട്ടുന്നത്, 1 മൈനസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത് അല്ലേ. സോ
ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് കെക്ക് ഡിഫറെൻറ്റ് വാല്യൂ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഡിഫറെൻറ്റ് ലിമിറ്റ് വാല്യൂസ് ആണ്. ലിമിറ്റിൻ്റെ വാല്യൂസ് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അറ്റ് 0, 0. ഓക്കെ, സോ എന്തെഴുതി വെക്കുക നിങ്ങൾ? ഡിഫറെൻറ്റ് ലിമിറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് values of k. So limit at 0, 0 എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതി വെച്ചാൽ മതിയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ കെയിലോ അല്ലെങ്കിൽ എമ്മിലോ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 1 പാത്ത് ആവശ്യമില്ല, ഒരു പാത്ത് മതിയാവും. കാരണം കെയുടെ വാല്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് അല്ലേ കിട്ടുക. സോ അതുകൊണ്ട് കെയിലോ അല്ലെങ്കിൽ എമ്മിലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഒരു പാത്തിന് പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് വൈ ഡിവൈഡഡ് ബൈ മോഡ് എക്സ് വൈ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എക്സും വൈയും ആണ് അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു വൈ ആണ് വന്നേക്കുന്നത്. നമുക്ക് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ലിമിറ്റ് എക്സ് കോമ വൈ tends to 0, 0 along y equal to kx എടുക്കുകയാണ്. y equal to kx അല്ലെങ്കിൽ y equal to mx എടുക്കാം. mx such that എന്താണ്? k not equal to 0. ഫംഗ്ഷൻ്റെ വാല്യൂ xy by mod xy. ഓക്കെ, so which is equal to limit x ലിമിറ്റ് എക്സ് കോമ ഒരു സെക്കൻഡ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, 0. നമ്മൾ എന്താ കൊടുക്കേണ്ടത്? വൈക്ക് കെ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ എക്സ് അതുപോലെ കിടപ്പുണ്ട്. വൈക്ക് എന്ത് കൊടുക്കുന്നു? കെ ഇൻറ്റു എക്സ് എന്ന് കൊടുക്കുന്നു, ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു കെ ഇൻറ്റു എക്സ്. ഇങ്ങനെ കൊടുത്താൽ മതിയാവും. ഇവിടെ നോക്കിക്കേ, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പ്യുവർലി എക്സിലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മതി. മീൻസ് നേരത്തെ പ്രോബ്ലത്തിൽ ഒരുമിച്ച് ചെയ്ത് പോയേക്കുന്നത്. ഇവിടെ എക്സ് വൈ ടെൻസ് ടു 0, 0 എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സിലാണ് കോമൺലി കിട്ടുന്നത് അല്ലേ? ഇവിടെ കിട്ടുന്നത് എക്സിലാണ് കിട്ടുന്നത്. അപ്പോൾ എക്സിലാകുമ്പോൾ എക്സ് വൈ ടെൻസ് ടു 0, 0 ഇടേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവിടെ എക്സ് ടെൻസ് ടു 0 എന്ന് ഇട്ടാൽ മതിയാകും കേട്ടോ. ലിമിറ്റിൽ സിംഗിൾ വേരിയബിൾ ആയിട്ടുള്ള എക്സ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. എക്സ് വൈ ടെൻസ് ടു 0, 0 ഇട്ടെന്ന് പറഞ്ഞിട്ട് തെറ്റൊന്നും മാർക്ക് തരാതൊന്നും ഇരിക്കത്തില്ല. എന്നിരുന്നാലും കറക്റ്റായിട്ട് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മാത്രം വരുന്നതുകൊണ്ട് എക്സ് കോമ വൈ ടെൻസ് ടു 0, 0ൻ്റെ ആവശ്യമില്ല. എക്സ് ടെൻസ് ടു 0 എടുത്തിട്ട് ചെയ്താൽ മതിയാകും കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് ഇൻറ്റു കെ എക്സ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എക്സ് ഇൻറ്റു കെ എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുക. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ താഴെ മോഡുലസിൻ്റെ അകത്തും ഒരു എക്സ് ഇൻറ്റു എക്സ് ഉണ്ട്, എക്സ് സ്ക്വയർ ഉണ്ട്. ആ എക്സ് സ്ക്വയറും മേളിലത്തെ എക്സ് സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി നമുക്ക് കെ ഡിവൈഡഡ് ബൈ മോഡ് കെ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ എന്ത് കിട്ടി? കെ ഡിവൈഡഡ് ബൈ മോഡ് കെ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ഇനി നമുക്ക് എന്ത് എഴുതാം? മോഡുലസ് ആയതുകൊണ്ട് തന്നെ ഇഫ് കെൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0, അതായത് കെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഈസ് 1 ആണ്. കെ പോസിറ്റീവ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? മോഡ് കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കെ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ കെ ബൈ കെ ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുക. അതേസമയം ഇഫ് കെ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ, ഇഫ് കെ ലെസ് ദാൻ 0 വരെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ബട്ട് ഇഫ് കെ ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ദ ലിമിറ്റ് ഈസ് -1. എന്തുകൊണ്ടാ? കെ ലെസ് ദാൻ 0 ആകുമ്പോൾ മോഡുലസ് ഓഫ് കെ ഈക്വൽ ടു -k ആണ്. അപ്പോൾ കെ ഡിവൈഡ് ബൈ -k ചെയ്യുമ്പോൾ -1 നമുക്ക് കിട്ടും.
മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? ഡിപ്പെൻസ് അപ്പോൺ ദ വാല്യൂ ഓഫ് കെ, അതായത് മോഡ് കെൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കെ ഗ്രേറ്റർ ദാൻ 0യിൽ 1ഉം കെ ലെസ് ദാൻ 0യിൽ -1 ആണ്. ലെസ് ദാൻ 0യിൽ നമുക്ക് മോഡ് കെൻ്റെ വാല്യൂ -കെയും കെ ഗ്രേറ്റർ ദാൻ 0യിൽ മോഡ് കെൻ്റെ വാല്യൂ കെയും ആകുമ്പോഴത്തേക്കും ലിമിറ്റിൻ്റെ വാല്യൂ 1 -1 ഇങ്ങനെ രണ്ട് വാല്യൂസ് ആണ് കിട്ടുന്നത്, അല്ലാണ്ട് സിംഗിൾ വാല്യൂ അല്ല കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. അപ്പോൾ ലിമിറ്റ് എന്ത് ചെയ്യുന്നില്ല, ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് 0, 0, അതായത് 0, 0 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുന്നില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അടുത്തത് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. നിങ്ങൾക്ക് എക്സിലും വൈയിലും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, എക്സ് സ്ക്വയറിൽ വൈ സ്ക്വയർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് കർവ് എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു കെ എക്സ് അല്ലെങ്കിൽ y ഈക്വൽ ടു എം എക്സ് എന്നൊക്കെ പറയുന്നൊരു കർവ് എടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം കേട്ടോ. സോ ഇവിടെ ഇപ്പോൾ എക്സ് മൈനസ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഇതാ കൊടുത്തേക്കുന്നത് കേട്ടോ. സോ നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0, 0, 0, 0 എലോങ് y ഈക്വൽ ടു കെ എക്സ് എടുക്കുകയാണ്. y ഈക്വൽ ടു കെ എക്സ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, y ഈക്വൽ ടു കെ എക്സ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ നമ്മൾ വൈക്ക് എന്ത് കൊടുക്കണം, കെ എക്സ് കൊടുക്കണം അല്ലേ. അപ്പോൾ ലിമിറ്റ് പിന്നെ എക്സ് വൈ ടെൻസ് ടു 0 വേണ്ട, എക്സ് ടെൻസ് ടു 0 എന്ന് പറയുന്ന ലിമിറ്റ് കൊടുത്താൽ മതിയാകും. കാരണം ഫംഗ്ഷന് നമുക്ക് ഈ ഒരു ഹോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പിന്നെ എക്സിലാണ് കിട്ടുക. എക്സ് മൈനസ് വൈക്ക് എന്ത് കൊടുക്കുക, കെ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ എക്സ് എക്സ് അതുപോലെ ഇടുക. വൈക്ക് എന്ത് കൊടുക്കുക, കെ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. സച്ച് ദാറ്റ് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, കെ ഈസ് നോട്ട് ഈക്വൽ ടു -1. എന്തുകൊണ്ടാണ് കെ നോട്ട് ഈക്വൽ ടു -1 ഇട്ടേക്കുന്നത്? ഇവിടെ ഈ ഡിനോമിനേറ്റർ ടേമിൽ കെക്ക് -1 വരുമ്പോൾ എക്സ് മൈനസ് എക്സ് വരും, അതായത് 1/0 ഫോം വരും. സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് 1/0 ഫോം വരുന്ന ആ ഒരു കെൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നില്ല. കെ നോട്ട് ഈക്വൽ ടു -1 ഒഴികെയുള്ള വാല്യൂസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് മൈനസ് കെ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് കെ എക്സ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. ന്യൂമറേറ്ററിൽ നമുക്ക് എന്തുണ്ട് എക്സ് ഉണ്ട്, ഡിനോമിനേറ്ററിൽ നമുക്ക് എക്സ് ഉണ്ട്, കോമൺ എടുക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 - കെ, ഡിനോമിനേറ്ററിന് എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 + കെ ആണല്ലോ. എക്സ് ക്യാൻസൽ, ബാക്കി നമുക്ക് എന്താ കിട്ടുക, 1 - കെ ഡിവൈഡ് ബൈ 1 + കെ. സോ ഡിപ്പെൻസ് അപ്പോൺ ദ വാല്യൂ ഓഫ് കെ, ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് നമുക്ക് ലിമിറ്റ്സിന് കിട്ടുക അല്ലേ. സോ ഡിഫറെൻറ്റ് ലിമിറ്റ്സ് ഫോർ different values of k such that k not equal to -1. Okay, so എന്താണ്, so limit exist ചെയ്യുന്നുണ്ടോ, limit doesn't exist as xy tends to 0, 0. Okay, അടുത്ത ദിവസം നോക്കിക്കേ. 6th question. എന്താണ് question? ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 0, 0 എക്സ് സ്ക്വയർ മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. സോ ഇവിടെ നമുക്ക് എന്തെടുക്കാം, ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 0, 0 along y ഈക്വൽ ടു കെ എക്സ് സച്ച് ദാറ്റ് കെ നോട്ട് ഈക്വൽ ടു 1. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും കേട്ടോ. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, എക്സ് സ്ക്വയർ മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. ഇവിടെ നോക്കിക്കേ, വൈ ഈക്വൽ ടു കെ എക്സ് അല്ലേ മിസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ലിമിറ്റ് ദ ഹോൾ ഫംഗ്ഷൻ ഇൻ എക്സിലാകും. വൈ എന്ന് പറയുന്നത് കെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ ഹോൾ ഫംഗ്ഷൻ എക്സിലാകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് മാറും. എക്സ് സ്ക്വയർ മൈനസ് വൈക്ക് കെ എക്സ് കൊടുക്കാം ഡിവൈഡഡ് ബൈ എക്സ് അതുപോലെ എഴുതി മൈനസ് കെ എക്സ് ആണല്ലോ. വെൻ കെ ഈക്വൽ ടു 1, ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ, ഈ ഒരു കെയുടെ വാല്യൂ 1 വരുമ്പോൾ എക്സ് മൈനസ് എക്സ് വരും, 1/0 ഫോം വരും. സോ ആ ഫോം വരാൻ പാടില്ല. അതുകൊണ്ട് കെ നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയുന്നൊരു കണ്ടീഷൻ കൂടെ അവിടെ എക്സ്ട്രാ പറയുന്നുണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് എഴുതാം, എക്സ് കോമൺ എടുക്കാം അല്ലേ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് കെ ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 - കെ ആണല്ലോ. എക്സ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്താ കിട്ടുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലിമിറ്റ്
എക്സ് ടെൻസ് ടു 0 എക്സ് മൈനസ് കെ ഡിവൈഡഡ് ബൈ 1 മൈനസ് കെ. ഇങ്ങനെയല്ലേ വരുള്ളൂ. എക്സിന് 0 എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ആൻസർ? മൈനസ് കെ ഡിവൈഡഡ് ബൈ 1 മൈനസ് കെ എന്ന് പറഞ്ഞാൽ കിട്ടുക. സോ ഇവിടെയും ഡിപ്പെൻസ് അപ്പോൺ ദ വാല്യൂ ഓഫ് കെ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് നമുക്ക് ലിമിറ്റിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡിഫറെൻറ്റ് ലിമിറ്റ്സ് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് കെ അല്ലേ. ഡിഫറെൻറ്റ് limits for different values of k. So limit exist ചെയ്യുന്നുണ്ടോ? at 0 0 there is no limit exist ചെയ്യുന്നില്ല. മനസ്സിലായോ? നമ്മൾ ഇതുവരെ ചെയ്ത പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനത്തെ പ്രോബ്ലം ആയിരുന്നു? xy tends to 0 0 f of x limit xy tends to 0 0 f of x ന്റെ വാല്യൂ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ടിപ്പിക്കൽ പ്രോബ്ലം ആണ് നമ്മൾ ഇതുവരെയും ചെയ്തത്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് എക്സാമിന് ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ഉറപ്പായിട്ടും വരും, എന്തായാലും വരും. ഇതൊരു എന്താണ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. എങ്ങനെയാണ് ചെയ്തു പോകേണ്ടതെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ പറഞ്ഞല്ലോ മിസ് എടുത്ത അതേ പാത്ത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ആദ്യമേ മിസ് പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ഡിഫറെൻറ്റ് പാത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ ചൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ട് വരാനായിട്ട് പറ്റും കേട്ടോ. സോ ചെയ്യുമല്ലോ നിങ്ങൾ? ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് നോക്കിക്കേ, ഷോ ദാറ്റ് ദ ലിമിറ്റ് ഡു നോട്ട് എക്സിസ്റ്റ്. നമ്മൾ ഇതുവരെ ചെയ്ത എന്താ, എക്സ് വൈ ടെൻസ് ടു 0 0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ആണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്ന് പ്രൂവ് ചെയ്തത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഷോ ദാറ്റ് ദ ലിമിറ്റ് ഡു നോട്ട് എക്സിസ്റ്റ് when limit xy tends to 1 1. കണ്ടോ, 1, 1 xy² - 1 divided by y - 1. അതായത് ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ 0 0 അല്ല, പകരം 1 1 ആണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കർവ് ചൂസ് ചെയ്യുമ്പോൾ ഈ 1 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് പാസ് ചെയ്ത് പോകുന്ന കർവ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ 1, 1 അല്ലേ, 1, 1 എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കർവായിട്ട് ചൂസ് ചെയ്യാം. വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, കർവായിട്ട് ചൂസ് ചെയ്യാം. വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന കർവ് ചൂസ് ചെയ്യാം. എല്ലാ കർവിലൂടെയും 1 1 എന്ന് പറയുന്നൊരു പോയിന്റ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ മതിയാവേ. ഇത് എക്സ് ആക്സിസ്, ഇത് പോസിറ്റീവ് വൈ ആക്സിസ് ആണ്. എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോഴത്തേക്കും ഇതല്ലേ എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ മിസ് 1 കൊടുക്കുവാണേ. അപ്പോൾ ഈ വൈ ആക്സിസിന് ഒരു സെക്കൻഡ് നീറ്റായിട്ട് വരച്ചു തരാം. ഓക്കെ, ഇത് കണ്ടോ, ഇത് എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഈ ഒരു എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൽ 1 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് വൈ ആക്സിസിൽ 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ആണ് എന്താ 1, 1 എന്ന് പറയുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഈ എഫ് ഓഫ് എക്സ് വൈനെ നമുക്ക് ഈ ഒരു കർവിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, 1 1 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ഈ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ആ ഒരു കർവ് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. വൈ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ വരും, ഇങ്ങനെയല്ലേ വരുന്നത് അല്ലേ. ഈ എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് വൈ ഈക്വൽ ടു 1. അതും എന്ത് ചെയ്യുന്നുണ്ട്, വൈ ഈക്വൽ ടു 1 1 1 എന്ന് പറയുന്നൊരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഈ ഒരു കറക്റ്റ് അല്ല മിസ് വരച്ചത്, നോക്കിക്കേ, ഒറിജിനലൂടെ പാസ് ചെയ്ത് പോകും കേട്ടോ. വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈനും എന്തുണ്ട്, 1 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് വരച്ചത് കറക്റ്റ് അല്ല കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ
ഓക്കെ, ഇങ്ങനെ വരുന്നത്. ഓക്കെ, വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രേറ്റ് ലൈനിലും എന്തുണ്ട്, 1 1 എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈ നമുക്ക് ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 1 പാസ് ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു 1 നമുക്ക് 1 1 എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതുപോലെ തന്നെ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന കർവിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എഫ് ഓഫ് എക്സ് വൈനെ 1 1 എന്ന് പറയുന്ന പോയിന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലിമിറ്റ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക കേട്ടോ. മനസ്സിലായോ? ഇപ്പോൾ കോമൺലി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കേസാണ് പറഞ്ഞത്. ഇപ്പോൾ എക്സ് കോമ വൈ ഈക്വൽ ടു 1 1 എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് എക്സ് ഈക്വൽ ടു 1 ചെയ്ത് നോക്കുക, വൈ ഈക്വൽ ടു 1 ചെയ്ത് നോക്കുക. രണ്ടിലും സെയിം ആണോ വരുന്നത് നിങ്ങൾ നോക്കുക. സെയിം അല്ല എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നോക്കിക്കേ, ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 1 along ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എക്സ് വൈ 1 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതല്ലേ എക്സ് കോർഡിനേറ്റ്, ഇത് വൈ കോർഡിനേറ്റ് ആണല്ലോ. അപ്പോൾ എലോങ് എക്സ് ഈക്വൽ ടു 1 ഞാൻ എടുക്കുവാണേ. 1xy² മൈനസ് 1 ഡിവൈഡഡ് ബൈ y മൈനസ് 1 എന്ന് എടുത്താൽ എക്സിന് എന്ത് കൊടുക്കുക കുട്ടികളെ, എക്സ് ഉള്ളടുത്ത് നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്, 1 കൊടുക്കാൻ പോവാണ് ആണല്ലോ. 1 കൊടുക്കുമ്പോൾ നമുക്ക് ലിമിറ്റ് പിന്നെ y ടെൻസ് ടു 1 ചെയ്താൽ മതി. കാരണം എക്സിന് 1 കൊടുക്കുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വൈയിൽ മാത്രമാവും. അപ്പോൾ y² മൈനസ് 1 ഡിവൈഡഡ് ബൈ y മൈനസ് 1. പിന്നെ നമ്മൾ ലിമിറ്റ് എന്ന് പറയുന്നത് xy ടെൻസ് ടു 1 മാറി y ടെൻസ് ടു 1 എന്നാകും. സിംഗിൾ വേരിയബിൾ ലിമിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സോ എന്ത് കിട്ടി, y² മൈനസ് 1 ഡിവൈഡഡ് ബൈ y മൈനസ് 1. ഡയറക്റ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, 1² മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് 1. അപ്പോൾ 0/0 ഫോം ആയല്ലേ, പെട്ടു. സോ 0/0 ഫോം ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു 0/0 ഫോമിനെ കളയണം. നമ്മളിത് നേരത്തെ പഠിച്ചു വരുന്ന കോഷ്യൻ്റ് റൂൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്തു വന്നപ്പോഴേ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് y ടെൻസ് ടു 1, y² മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, y പ്ലസ് 1 ഇൻറ്റു y മൈനസ് 1, a² മൈനസ് b² ഫോം അല്ലേ, ഡിവൈഡ് ബൈ y മൈനസ് 1, y മൈനസ് 1 പോയി. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് y ടെൻസ് ടു 1 y പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു yക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 2 കിട്ടിയില്ലേ. ലിമിറ്റ് y ടെൻസ് ടു 1 y പ്ലസ് 1 ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എടുത്ത കർവ് ഏതാണ്, എലോങ് x ഈക്വൽ ടു 1 ആണല്ലോ. ഇനി മിസ് എലോങ് y ഈക്വൽ ടു x എടുക്കാം. എലോങ് y ഈക്വൽ ടു x എന്ന് പറയുന്ന ഒരു കർവ് എടുക്കുവാണേ. ഓക്കെ, ലിമിറ്റ് എക്സ് കോമ വൈ ടെൻസ് ടു 1 എലോങ് ഏതിലൂടെയാ, എലോങ് കർവ് y ഈക്വൽ ടു എക്സ്. എന്നിട്ട് നമ്മുടെ ഫംഗ്ഷൻ എഴുതാം, xy² മൈനസ് 1 ബൈ y മൈനസ് 1 കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. which is equal to y equal to x കൊടുത്ത് y ഉള്ളിടത്തെല്ലാം നമ്മൾ x കൊടുക്കുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഇൻ എക്സിലാകും. അപ്പോൾ നമുക്ക് ഒറ്റ ലിമിറ്റ് മതിയാകും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സിൻ്റെ വാല്യൂ എന്താണ്, എക്സ് ടെൻസ് ടു 1, y ഈക്വൽ ടു എക്സ് കൊടുക്കുമ്പോൾ എക്സിൻ്റെ y സ്ക്വയറിന് വരെ എന്ത് വരും, x² അല്ലേ, എക്സ് ഇൻറ്റു x² മൈനസ് 1 ഡിവൈഡ് ബൈ y ഈക്വൽ ടു എക്സ് അല്ലേ, അപ്പോൾ എക്സ് മൈനസ് 1 ആണല്ലോ. which is equal to ലിമിറ്റ് x tends to 1, x into x² x³ minus 1 divided by x minus 1 ആണല്ലോ. x³ minus 1 നമുക്ക് എങ്ങനെ എഴുതാം നോക്കിക്കേ, ഇവിടെ x tends to 1 x³ minus 1 by x minus 1 എന്ന് നമുക്ക് കിട്ടിയേക്കുന്നത്. ഡയറക്റ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന് നമുക്ക് ഡയറക്റ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0/0 ഫോമാ വരുന്നത്. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ x³ മൈനസ് 1 എന്ന് പറയുന്നത് x മൈനസ് 1 ഇൻറ്റു x² പ്ലസ് എക്സ് പ്ലസ് 1 ആണ്, ഡിവൈഡഡ് ബൈ x മൈനസ് 1. ഓക്കെ, നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ, ഈ ഐഡൻറ്റിറ്റി നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെക്കാം. x മൈനസ് 1 ക്യാൻസൽ. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ലിമിറ്റ് x ടെൻസ് ടു 1, എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേനെ, എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ലിമിറ്റ് x ടെൻസ് ടു 1 x² പ്ലസ് എക്സ് പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു എക്സിന് 1 കൊടുക്കുമ്പോൾ 1² പ്ലസ് 1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3. നമ്മൾ ഫസ്റ്റ് കേസ് ചെയ്തപ്പോൾ നമുക്ക് 2 ആണ് കിട്ടിയത്, സെക്കൻഡ് കേസ് ചെയ്തപ്പോൾ നമുക്ക് 3 ആണ് കിട്ടിയത്. സെയിം ആണോ, വാല്യൂസ് സെയിം ആണോ, വാല്യൂസ് സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ലിമിറ്റ് xy
tends to 1, 1 f of x, y does not exist ചെയ്യുന്നുണ്ടോ? എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ രണ്ട് കർവാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ y ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന കർവും ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ആൻസറിലോട്ട് വരാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു 1, -1 എക്സ് വൈ പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിപ്പോൾ എക്സിൻ്റെ വാല്യൂ 1ഉം വൈൻ്റെ വാല്യൂ -1ഉം ആണ്. വൈൻ്റെ വാല്യൂ എന്താണ്? -1 എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കർവ് y ഈക്വൽ ടു -1 ചൂസ് ചെയ്യാം, എക്സ് ഈക്വൽ ടു 1 ചൂസ് ചെയ്തൊന്ന് ചെയ്ത് നോക്കാം. അതായത് മിസ് എടുക്കാൻ പോകുന്ന കർവ് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 എടുക്കാൻ പോവാണ്, അതുപോലെ തന്നെ y ഈക്വൽ ടു -1 ഇത് എടുക്കുകയാണ്. ഈ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന കർവ് ആണെങ്കിലും y ഈക്വൽ ടു -1 എന്ന് പറയുന്ന കർവ് മീൻസ് സ്ട്രേറ്റ് ലൈൻസ് ആണ്. ഇത് സ്ട്രേറ്റ് ലൈൻസ് എടുത്താലും ഈ രണ്ട് സ്ട്രേറ്റ് ലൈൻസിലും 1, -1 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? 1, -1 എന്ന് പറഞ്ഞ പോയിന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം എക്സ് ഈക്വൽ ടു 1 ആൻഡ് y ഈക്വൽ ടു -1. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നൊരു കർവ് ചൂസ് ചെയ്തോ, y ഈക്വൽ ടു -1 എന്ന് കർവ് ചൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഡിഫറൻറ്റ് വാല്യൂസ് ആണ് കിട്ടുന്നതാണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല നമുക്ക് അപ്പം തന്നെ എഴുതി വെക്കാം. ഓക്കെ, വേറെ കർവ് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. y ഈക്വൽ ടു എം എക്സ് വേണമെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഏറ്റവും എളുപ്പം ഇതാണ് കേട്ടോ. ഏറ്റവും എളുപ്പം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഉണ്ടല്ലോ, ലിമിറ്റ്സിൻ്റെ ആ ഒരു പോയിന്റ് തന്നിട്ടുണ്ടല്ലോ 1, -1. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ ചൂസ് ചെയ്യാം, y ഈക്വൽ ടു -1 സ്ട്രേറ്റ് ലൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം ലിമിറ്റിൻ്റെ വാല്യൂ. ലിമിറ്റ് എക്സ്, y ടെൻസ് ടു 1, -1 എലോങ് ഞാൻ ആദ്യം y ഈക്വൽ ടു -1, അതായത് yക്ക് -1 കൊടുക്കുവാണേ. yക്ക് -1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 ആദ്യം ക്വസ്റ്റ്യൻ എഴുതട്ടെ. എക്സ് വൈ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണല്ലോ, വിച്ച് ഇസ് ഈക്വൽ ടു വൈക്ക് -1 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ലിമിറ്റ് വൈക്ക് -1 കൊടുക്കുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കംപ്ലീറ്റും എക്സിലായിരിക്കും വരിക കേട്ടോ. പിന്നെ നമുക്ക് വൈയിലില്ല ഫംഗ്ഷൻ എക്സിലായതുകൊണ്ട് എക്സ് ടെൻസ് ടു എന്താണ്? 1 ആണല്ലോ. എക്സ് ടെൻസ് ടു 1. വൈക്ക് -1 കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു -1 എന്ത് കിട്ടും? -x പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. അതുപോലെ എഴുതി വൈക്ക് -1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? -1 സ്ക്വയർ 1 ആണ്, സ്ക്വയർ -1. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഇതിനെങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ -1 നമുക്ക് ഇവിടെ ഇനി നോക്കിക്കേ, ഇവിടെ ഡയറക്റ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ഇവിടെ ഇപ്പോൾ 0/0 ഫോമേ വരത്തുള്ളൂ. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യണം. അത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ -x പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ -1 നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് -1 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് -1 ഉണ്ട്, ന്യൂമറേറ്ററിൽ -x പ്ലസ് 1 ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞ്. എക്സ് ടെൻസ് ടു 1 ഇവിടെ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് ഒരു മൈനസ് പുറത്തെടുക്കുവാണ്, അന്നേരം എക്സ് -1 എന്ന് കിട്ടും ആണല്ലോ. ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് -1. ഈ എക്സ് -1 ക്യാൻസൽ. ഇനി എക്സിന് 1 കൊടുത്തേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 -1 ബൈ എക്സ് പ്ലസ് 1 അങ്ങനെയല്ലേ വരിക. അപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1 ബൈ 1 പ്ലസ് 1 -1/2. എന്ത് കിട്ടി? -1/2 ആണ് നമുക്ക് കിട്ടിയേക്കുന്ന വാല്യൂ. ഇനി നമുക്ക് വേറൊരു കർവ് കൂടെ നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത കർവ് എന്ന് പറയുന്നത് എലോങ് x ഈക്വൽ ടു 1 എടുക്കുവാണേ. x ഈക്വൽ ടു 1. സോ ലിമിറ്റ് x, y ടെൻസ് ടു 1, -1 എന്താണ്? എക്സ് വൈ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എലോങ് ഏതാണ് നമ്മുടെ ലൈൻ കർവ് ഏതാണ്? x ഈക്വൽ ടു 1. x ഈക്വൽ ടു 1. അപ്പോൾ എക്സിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈയിലായിരിക്കും കിട്ടുക. അപ്പോൾ ലിമിറ്റ് നമുക്ക് എക്സിൻ്റെ ആവശ്യമില്ല. y ടെൻസ് ടു എന്താണ്? -1. എക്സിന് 1 കൊടുത്താൽ നിങ്ങൾ 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ കിട്ടുക? 1 കൊടുക്കുമ്പോൾ y പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണല്ലോ. സോ വിച്ച് ഈസ് ഈക്വൽ ടു
which is equal to limit y tends to minus 1 y plus 1 divided by 1 square minus y square നമുക്ക് എങ്ങനെ എഴുതാം 1 plus y into 1 minus y ഇങ്ങനെ എഴുതി എലിമിനേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 0/0 ഫോം ആയി പോകും yക്ക് നിങ്ങൾ -1 കൊടുക്കുമ്പോൾ ഇത് 0/0 ഫോം ആകും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു 1 plus y ഉണ്ട് ഇവിടെ ഒരു 1 plus y ഉണ്ട് ബാക്കി നമുക്ക് എന്ത് കിട്ടും ലിമിറ്റ് y tends to minus 1 1 divided by 1 minus y yക്ക് എന്ത് കൊടുക്കണം -1 കൊടുക്കുമ്പോൾ 1 divided by 1 minus 1 കൊടുക്കുമ്പോൾ 1/2 ഓക്കെ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് -1/2 ഇപ്പോഴോ 1/2 സെയിം വാല്യൂ ആണോ അല്ല സോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല സോ different value limits for different path as x comma y tends to 1 minus 1 okay so limit does not exist at 1 minus 1